ഹലോ, എല്ലാവർക്കും ജീനാസ് വേൾഡിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഒരു ഫാമിലി മീറ്റപ്പാണ് കേട്ടോ. അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മയുടെ ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് കൂടുക, കുറേ കാലത്തിന് ശേഷം കൂടുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു. ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ഡേ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും വർഷത്തിന് ശേഷമാണ് എല്ലാവരും കൂടെ കൂടുന്നത് കേട്ടോ. ഭയങ്കര ഹാപ്പിയിലായിരുന്നു എല്ലാവരും. എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ കൂടെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് സമാധാനമായിട്ട് കൂടുന്നത് ഇങ്ങനെ ഒരു ദിവസമാണ്. അത് ആരുടെ ലൈഫിലും ഇത് മറക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവിടെ എത്തി. എല്ലാവരും തന്നെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഞാനാണ് എത്തിയത്. അങ്ങനെ ഞാൻ നേരെ പോയി. അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തി. ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും തന്നെ അവിടെ അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാലക്കാട് ഭാഷയിൽ പറയുകയാണെങ്കിൽ അമ്മായിമാരിനൊക്കെ മമ്മാണി എന്നാണ് പറയുക കേട്ടോ. മമ്മാണി, കുപ്പ, അങ്ങനെയൊക്കെ പല പല ഭാഷകളാണ്. ഓരോ സ്ഥലത്ത് ഓരോരോ പേരാണല്ലോ ഓരോരുത്തർ വിളിക്കണതൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ പാലക്കാട്ടുകാരൊക്കെ ഞങ്ങൾ വിളിക്കുന്നത് അങ്ങനെയാണ്. മാമ, അമ്മായി, ഞാൻ വിളിക്കും. ബാക്കിയുള്ളവരൊക്കെ പിന്നെ നമ്മുടെ ഓരോ സ്ഥലത്തെ ഭാഷാ സംസ്കാരങ്ങളൊക്കെ ഓരോ തരമാണല്ലോ. അപ്പം ഞങ്ങൾ പാലക്കാട്ടുകാർ വിളിക്കുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയും അല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളവും തമിഴും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ഇവിടെയൊക്കെ സംസാരിക്കുക. പിന്നീടൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അത് സംസാരിച്ച് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി. ഞാനപ്പോൾ അവരുടെ വീട്ടിൽ കുറേ കാലത്തിന് ശേഷമാണ് പോകുന്നത്. കുറേ വർഷങ്ങളായി ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പം ഞങ്ങൾ അവിടുത്തെ മാറ്റങ്ങളൊക്കെ ഞാൻ വന്നപ്പോൾ ഒന്ന് നോക്കുകയായിരുന്നു. അപ്പോൾ കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർ. അങ്ങനെ ഞാൻ എല്ലാ സ്ഥലവും നോക്കി അവിടെ ബാക്ക് എത്തി നോക്കുമ്പോൾ അവിടെ കുക്കിങ്ങിൻ്റെ പരിപാടിക്കായിട്ട് മാമന്മാരും പിന്നെ ഞാൻ പറഞ്ഞ പോലെ മമ്മാണിമാരും എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ. ആ സ്ഥലവും അതുപോലെ തന്നെയാണ്. ചെറിയൊരു ഞങ്ങൾ ടൂർ പോയതിൻ്റെ ഫീലൊക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ലാസ്റ്റ് കൂടിയത് അങ്ങനെ ഒരു ടൂറിലായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ടൈമാണ് ഇങ്ങനെ കൂടുന്നത്. അത് മാഷാ അല്ലാ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായി മാറി. എല്ലാവർക്കും ഓർമ്മിക്കാൻ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ നിമിഷങ്ങളുണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അങ്ങനെ ബിരിയാണി വെക്കാൻ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ പൊതുവേ എല്ലാവരും കൂടിക്കഴിഞ്ഞാൽ ബിരിയാണിയാണല്ലോ ആദ്യത്തെ അവിടെ ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടി എല്ലാവരും ചേർന്ന് തന്നെ വെക്കുകയായിരുന്നു. പിന്നെയും മെയിൻ ഷെഫ് നമ്മുടെ പറയുന്നത് നമ്മുടെ മാമയായിരുന്നു. ഇതായിരുന്നു നമ്മുടെ മാമ. എല്ലാവരും കൂടെ അടുപ്പൊക്കെ കത്തിച്ച് നല്ലൊരു അടിപൊളി ബിരിയാണി മാമ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലം ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കാരണം ഈ സ്ഥലം നമ്മുടെ പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ പ്രകൃതി ഭംഗിക്ക് 2ാം സ്ഥാനം കിട്ടിയ സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്താണ് ഈ വീടൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് നടന്നു പോകേണ്ട ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ പോയില്ല. കാരണം ഫാമിലി ഇങ്ങനെ എല്ലാവരും കൂടുമ്പോൾ തന്നെ സംസാരിക്കാൻ തന്നെ ഒരുപാട് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ച് ആടിത്തിമത്ത്. ഇത് മാത്രമായിരുന്നില്ല, നൈറ്റും പ്രോഗ്രാം ഉണ്ടായിരുന്നു, പിറ്റേ ദിവസവും പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2 ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് അടിച്ച് പൊളിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ. അവിടെ ചുറ്റും മരം ഉള്ളത് കൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും മുറ്റത്ത് തന്നെ ആയിരുന്നു. എല്ലാവർക്കും നിറയെ സ്ഥലമുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഓടിക്കളിക്കാം. കുട്ടികൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു അവിടെ. പിന്നെ നമ്മുടെ മാമ സ്പെഷ്യൽ പാലടപ്പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ഓണമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ തന്നെ അത് എല്ലാവർക്കും മിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാലടപ്പായസം ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചു.